ഈ പരിശുദ്ധ കുർബാനയിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കുകയാണ്. ഇവിടെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിൻ്റെ പതിറ്റാണ്ടുകളുടെ ഓർമ്മകളാണ് നമുക്കിവിടെ ഉള്ളത്. നിങ്ങൾ ഈ ദിവസത്തിനു വേണ്ടി വളരെയേറെ ഒരുങ്ങി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം ഈ ദിവസങ്ങളിൽ ഈ ജൂബിലി സമാപന കർമ്മങ്ങളിലൂടെ നിങ്ങൾ അനുഭവിച്ചറിയുകയാണ്. ഈ ഹൗസിൻ്റെ മദറിനെയും പ്രിൻസിലമ്മയെയും കൊടുവനാൽപ്പള്ളി വിയാരിച്ചിനെയും എല്ലാം പ്രത്യേകമായിട്ട് ഓർത്തെങ്കിൽ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഈ ദേശത്തിൻ്റെ ഏറ്റവും കരുത്തനായ ഒരാളായിരുന്നു കൈപ്പമ്പ്ലാക്കൽ ബഹുമാനപ്പെട്ട അവരാച്ചൻ. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയായിരുന്നു ഇവിടെ ഒരു മഠം വേണമെന്ന്. അതിനുള്ള ആലോചനകളെല്ലാം അന്ന് നടത്തി. SABSൻ്റെ ഒരു ചെറിയ ശാഖ പോലെ തുടങ്ങാൻ ആരംഭിച്ച് ഏതാനും കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും പിന്നീട് വേഗത്തിൽ FCC കോൺവെൻ്റായിട്ട് ക്ലാര സഭയുടെ ഒരു ശാഖയായിട്ട് ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. അച്ഛൻ്റെ കൈപ്പമ്പ്ലാക്കൽ അച്ഛൻ്റെ ചിന്തകളും ഇവിടം നിർമ്മിച്ചെടുക്കുന്നതിനുള്ള അച്ഛൻ്റെ വലിയ കരുത്തുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മുതിർന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് താമസിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെ സമർപ്പിത ജീവിതത്തിൻ്റെ കൂട്ടായ്മ കൂടെ ഉൾക്കൊള്ളാനുമൊക്കെ സാധിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ സംവിധാനമെല്ലാം. ബാലമന്ദിരങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കബറടക്ക സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിരുന്നു. നല്ല വൈദിക മന്ദിരം പുതുക്കിപ്പണിതു. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കരുതുന്നത് ഈ മഠത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും സ്ഥാനം പിടിച്ച ഒരു കാര്യം ഈ പുതിയ ദേവാലയത്തിൻ്റെ ആശീർവാദമാണ്. ധാരാളം ആളുകൾ കൊഴുവനാൽ ഇടവക്കാരും FCCയുടെ മക്കളും അന്ന് അതിൽ വന്ന് പങ്കെടുത്തു. നല്ല ഒരു പള്ളിയാണിത്. നമ്മുടെ സഭയുടെ ഉത്തമാംശങ്ങളൊക്കെ ചേർത്ത് വെച്ച് പണിയിപ്പിച്ച ദേവാലയം എന്ന രീതിയിൽ ഇതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി മുതൽ ഇതിന് വലിയൊരു വ്യത്യസ്തമായ ഓറിയൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പള്ളിയാണ്. ഈ പള്ളിയോട് ഇവിടുത്തെ കൊടുവനാൽക്കാരായ ഇടവക്കാരായ ധാരാളം ആളുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ കൊടുവനാൽ വിസിറ്റിക്ക് വന്ന 2-3 അവസരങ്ങളിലൊക്കെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ദേവാലയം ഇതുപോലെ പുതുക്കിപ്പണിതപ്പോഴും ഇവിടുത്തെ ഇടവക്കാരായ മേൽപക്കക്കാരായ ആളുകൾ വരികയും സമ്മാനങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ നിർമ്മിതിയിൽ ഒരു വളരെയേറെ സന്തോഷിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ഔദ്യോഗിക കർമ്മങ്ങൾക്കായിട്ട് കല്ലൂർക്കുളത്ത് എത്തുമ്പോൾ ഈ ദേവാലയമാണ് ഇതിൻ്റെ കൾമിനേഷനായിട്ട് എത്തി നിൽക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളുടെ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പിറകോട്ട് നമ്മൾ നോക്കേണ്ടതും എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദേവാലയം നിർമ്മിക്കുന്നതിലും ഇതിൻ്റെ അഭിഷേക ആശീർവാദ മൂറോൻ വെഞ്ചരിപ്പിൻ്റെ അവസരത്തിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യമെല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞ്
നിൽപ്പുണ്ട്. ഒരു ദേവാലയം നിങ്ങളിലൂടെ ഇവിടെ നിർമ്മിക്കപ്പെട്ടപ്പോൾ അത് വ്യതിരിക്തമായ ഒരു ചരിത്രം നമുക്ക് നൽകുകയും ഒരു മഠം, അത് FCC മഠം സംരക്ഷിക്കേണ്ടതിൽ ഇവിടുത്തെ ജനങ്ങൾ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുകയും ചെയ്തുവന്ന കാര്യമാണ്. അങ്ങനെ എൽമായരുടെ സാന്നിധ്യവും നിങ്ങളുടെ FCC അധികാരികളുടെ ആ ഒരു വലിയ കൺസേണും ഇതിൻ്റെ ഈ ഹോളി ഫാമിലി FCC കോൺവെൻറ്റിൻ്റെ പുല്ലൂർക്കുളം കോൺവെൻറ്റിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രാൻസിസ് അസീസിയുടെ വർഷമാണ്. വളരെയേറെ ആത്മീയമായിട്ടുള്ള ഉണർവ് നമുക്ക് ലഭിക്കേണ്ടത് അസീസിയിലെ ഫ്രാൻസിസ് വഴി, ക്ലാരപ്പുണ്യമതി വഴി, അൽഫോൻസാമ്മ വഴി, പൊളയത്താമ്മ വഴി, പിന്നെ നിങ്ങളിൽ വിശുദ്ധരായ പലരും ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളും വഴി. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ വിട്ടിട്ടുള്ളൊരു വിശുദ്ധി മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ വഴികളിൽ നടക്കുന്നവരും അവരിൽ അഭിമാനം കൊള്ളുന്നവരും അവരെ മുറുകെ പിടിക്കുന്നവരുമാണ്. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ പിതാക്കന്മാർ അസീസിയിലെ പുണ്യവാൻ്റെ ചൈതന്യം എടുക്കാനും ആ പുണ്യവാൻ്റെ പേരെടുക്കാനും എല്ലാം ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യവും അതാണ്. അസീസി ഫ്രാൻസിസിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിന് സ്റ്റിഗ്മാത്ത, ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ കിട്ടിയത് മുതൽ അദ്ദേഹത്തിന് വലിയ കൗതുകമായിരുന്നു. വളരെയേറെ വേദനയുണ്ട്. 5 മുറിവുകൾ ശരീരത്തിൽ കൊണ്ടു നടക്കുമ്പോൾ. പക്ഷെ അത് അദ്ദേഹം ലാബറനായിൽ വെച്ചാണല്ലോ അത് ലഭിക്കുന്നത്, ഇറ്റലിയിൽ. അതിലദ്ദേഹം അഭിമാനം കൊള്ളുകയും ആ മുറിവുകൾ ഈശോ നൽകിയ അടയാളങ്ങളായിട്ട് എന്നും കരുതുകയും ചെയ്തു. സുവിശേഷത്തെ അതിൻ്റെ ആന്തരമായ അർത്ഥത്തിൽ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യാൻ മറ്റാർക്കും എളുപ്പമായിരിക്കില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹി വാസ് പ്ലേയിങ് വിത്ത് ഡെത്ത് ആൻഡ് പോവർട്ടി എന്നാണ്. മരണവും ദാരിദ്ര്യവും അദ്ദേഹം കയ്യിലെടുത്ത് പന്താടുകയായിരുന്നു. അല്പം പോലും പേടിയില്ലായിരുന്നു. അല്പം പോലും പേടിയില്ലായിരുന്നു മരണത്തെക്കുറിച്ച്. അല്പം പോലും ആഗ്രഹമില്ലായിരുന്നു ധനം സമ്പാദിക്കണം എന്നതിനെക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ജീവിത നൈർമല്യം അനശ്വരമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണല്ലോ. ആദ്യം അദ്ദേഹത്തിന് കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഭിത്തി കവച്ച് വെച്ച് ചാടി മറുവശത്തൂടെ പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ ദൈവം എന്തിനാണ് വിളിച്ചതെന്നും ഈ സ്റ്റിഗ്മാത്ത പോലെയുള്ള കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കുഷ്ഠരോഗിയെ നോക്കിയിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ വാരി പുണരണം എന്നുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള മനോഭാവത്തിൽ. In meeting the leper, Francis experienced a complete reversal of taste. ഈശോയിലുള്ള സ്നേഹത്തിൽ കൂടുതലായിട്ട് വന്നപ്പോൾ ഈ കുഷ്ഠരോഗികളോടുള്ള സമീപനത്തിൽ ഒരു കംപ്ലീറ്റ് റിവേഴ്സൽ ഓഫ് ടേസ്റ്റ് അദ്ദേഹത്തിനുണ്ടായി. ഓടി മാറി പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കുഷ്ഠരോഗിയെ വളരെ സ്വീറ്റായിട്ട് അടുത്ത് വന്ന് ചുംബിച്ച് അതിൽ കർത്താവിനെ കാണുകയായിരുന്നു. നമ്മളിന്ന് ഈ വലിയ കോൺവെൻറ്റിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുമ്പോഴും നമുക്കൊരു റിവേഴ്സൽ ഓഫ് ടേസ്റ്റ് ആവശ്യമാണ്. ലോകത്തോടുള്ള മമത കുറയ്ക്കാൻ, ഈശോയോട് കൂടുതൽ ബന്ധപ്പെടാൻ, സുവിശേഷത്തിൻ്റെ ലാളിത്യം കണ്ടെത്താൻ, നിരന്തരമായിട്ട് തിരുവചനം പഠിക്കാൻ, രോഗികളോട് കൂടുതൽ ഔത്സുക്യം കാണിക്കാൻ, അങ്ങനെ
വലിയൊരു മാറ്റം, ടേസ്റ്റിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ആവശ്യമാണ്. നമുക്കത് സാധിക്കും, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ ആ ഒരു വലിയ ലെഗസിയിൽ, ആ ഒരു പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ടവരാണ്. മറ്റു പലർക്കും അത് എളുപ്പത്തിൽ സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നുമില്ല. ലളിതമായ ജീവിതത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും ഒക്കെ സന്യാസത്തിൻ്റെ, അസീസിയുടെ, ലാരപുണ്യവതിയുടെ, അൽഫോൻസാമ്മയുടെ ആ ഒരു ചൈതന്യം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളത് ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യുന്നുണ്ട്, നിങ്ങളിലൂടെ അത് പുഷ്ടിപ്പെടുന്നുണ്ട്. അസീസി പുണ്യവാൻ്റെ അത്ഭുതകരമായ ജീവിതമാണ്. നമുക്ക് അതിൻ്റെ അകക്കാമ്പുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും സാധ്യമല്ല. ഈ കൊല്ലത്തെ നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രസംഗിച്ചത് റോബർട്ടോ പസോളിനി എന്ന കപ്പൂച്ചിൻ അച്ഛനാണ്. എല്ലാ വർഷവും അതുള്ളതാണ്. വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിലുള്ള ഒരു ഹോമിലി ഓരോ വെള്ളിയാഴ്ചയും ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രസംഗങ്ങളാണ്. ഈ കൊല്ലത്തെ എല്ലാ പ്രസംഗങ്ങളിലും ഈ റോബർട്ടോ പാസോളിനി അച്ഛൻ അസീസി പുണ്യവാളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രസംഗത്തിലും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് കണ്ടെത്തി വായിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. അസീസിയുടെ വർഷമാണ്. വലിയൊരു റിനൈസാൻസ് ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ മുഴുവനായിട്ടും ഈ പുണ്യവാനെക്കുറിച്ചല്ലെങ്കിലും അസീസിയുടെ ആധ്യാത്മിക ജീവിതത്തെ ആധുനിക ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു പരിശ്രമമായിരുന്നു അത്. അതിനോടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ കുർബാന അർപ്പിക്കുന്നു, ആദ്യത്തെ കുർബാനയിലേക്ക് പോകുന്നത് നല്ലതാണ്. ആബേലും കായേലും അർപ്പിച്ച ബലി, ആബേലിൻ്റേത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, കായേൻ്റേത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കാരണങ്ങളൊക്കെ നിരവധിയാണ്. പിന്നീട് ചരിത്രത്തിൽ കെയിൻ ലിറ്റർജീസ്, കായേൻ്റെ ആരാധനക്രമം എന്ന് പറയാറുണ്ട്. അത് ഒരുങ്ങാതെ വന്ന് കുർബാന ചെല്ലുക, വായി തോന്നുന്നതൊക്കെ ജനങ്ങളോട് പ്രസംഗിക്കുക, കുർബാന പകുതി ചെല്ലിച്ചു പോവുക, ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതാണ് കെയിൻ ലിറ്റർജീസ്. കായേൻ്റെ കുർബാനകളിൽ താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അത് ഈ അസീസിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പസോളിനി പറഞ്ഞതിലും വലിയ അർത്ഥമുണ്ട്. സമ്പൂർണമായ ദൈവാരാധനയിൽ നമ്മൾ ഹൃദയം വയ്ക്കുമ്പോഴാണ് ദൈവം അതിൽ സംപ്രീതനാകുന്നത്. അല്ലെ നമ്മൾ കെയിൻ ലിറ്റർജീസ് നടത്തിക്കൊണ്ടിരിക്കും, ദൈവത്തിന് ഇഷ്ടമില്ല, ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആബേൽ ഏറ്റവും നല്ല ബലിയാണ് അർപ്പിച്ചത്. അത് ദൈവത്തിൽ ഇതിൻ്റെ മനസ്സ് ആബേൽ എടുത്തു. അവർ തമ്മിൽ ഇഷ്ടമായില്ല, കൊലപാതകത്തിൽ അവസാനിച്ചു. അപ്പം അതെല്ലാം നമ്മുടെ ജീവിതത്തിലും മാനുഷികമായ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം മണ്ണാണ്, ഹൂമോസ്. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ വെറും പൂഴിയാകുന്നു എന്നതിൻ്റെ അർത്ഥമെല്ലാം അസീസി നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വേദശാസ്ത്രപരമായ രീതിയിൽ അസീസി പുണ്യവാനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത 4-5 പ്രസംഗങ്ങളായിരുന്നു ഈ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ റോമിൽ നിന്ന് പസോളിനി നമുക്ക് വേണ്ടി നൽകിയത്. നിങ്ങൾ അസീസിയുടെ വർഷം ആഘോഷിക്കുമ്പോൾ ലാരപുണ്യവതിയുടെ ആധ്യാത്മിക ജീവിതം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അൽഫോൻസാമ്മയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആ പരിശുദ്ധി ജീവിതത്തിൽ കൊണ്ടുനടക്കാനുമൊക്കെയുള്ള ആവേശം പകരുമ്പോൾ പൊളിത്താമ്മയുടെ ത്യാഗോജ്വലമായ ആ ജീവിതത്തെ നമ്മൾ മനസ്സിൽ കാണുമ്പോഴൊക്കെ ഈ 100ൻ്റെ
നിറവിൽ നിൽക്കുന്ന ഈ കല്ലൂർക്കുളം മഠം നിരവധിയായ നന്മകൾ കൂട്ടിച്ചേർത്ത് വെച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങളാണ് വായിച്ചത്. ഞാൻ 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ ഈശോ പറഞ്ഞല്ലോ, വൺ തിങ് ഈസ് ഓൺലി നെസസറി. നെസസറി ആയിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവവചനം നിരന്തരമായിട്ട് കേൾക്കുക. ഇന്ന് ദൈവം അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലോകത്തിൽ നിന്ന്. ഗോഡ് ഹാസ് ബിക്കം അൺപോപ്പുലർ എന്ന് പറയാറുണ്ട്. വേറെ പലതുമാണ് പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. കുട്ടികൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയിട്ടില്ല. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ ഒഴിഞ്ഞു മാറും. ആദ്യകാലത്തൊക്കെ മാർക്കറ്റുകളിലെല്ലാം 4-5 നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്രമാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സഭാപിതാക്കന്മാർ അവരുടെ ജോലിക്കാരെ മാർക്കറ്റിൽ വിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ദൈവത്തെക്കുറിച്ച് ചന്തയിൽ എന്താണ് സംസാരിച്ചതെന്നാണ്. വലിയ കൗൺസിലുകളുടെ കാലമാണ്. ഈശോയെക്കുറിച്ചുള്ള ഡോക്മാകളൊക്കെ വരുന്നതേ ഉള്ളൂ. സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശ്ലീഹന്മാർ പോലും എല്ലാവരും സുവിശേഷം എഴുതിയവരല്ല. 3-4 പേരെ സുവിശേഷം എഴുതിയവരുള്ളൂ. ആ സുവിശേഷം പോലും അവർ പലരും വായിച്ചിട്ടില്ല. പക്ഷേ അവർ പ്രസംഗിച്ചത് ഏക രക്ഷകനായ ഈശോയെക്കുറിച്ചാണ്. അവരർപ്പിച്ചത് ഈശോയുടെ കാൽവരിയിലെ കുർബാനയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു നെസസറി ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ 1 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്തത്? അതാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ആ 2 സഹോദരിമാരുടെ, മത്തായും മറിയവും. മത്താ വലിയ സേവനസന്നദ്ധതയുള്ള ആളാണ്. വലിയൊരു വാംത ഹോസ്പിറ്റാലിറ്റി എപ്പോഴും കാണിച്ചിരുന്നു. നമ്മുടെ അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണല്ലോ, ആര് വീട്ടിൽ വന്നാലും അവിടെ ഉള്ളതെല്ലാം വിളമ്പി കൊടുക്കും. മത്തായിയുടെ ഒരു സവിശേഷത അതാണ്. മറിയം കുറേ കൂടെ കോണ്ടംപ്ലേറ്റീവായിട്ട് ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈശോ വന്നപ്പോൾ ഈശോയുടെ പദാന്തികത്തിലിരുന്ന് ഈശോ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതൊരു പെർമനൻ്റ് സിറ്റിംഗ് ആണ്, ഒരു ഓൺഗോയിങ് സിറ്റിംഗ് ആണ്. തിരുവചനവുമായിട്ട് കോണ്ടംപ്ലേഷനിൽ നമ്മളിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ മറിയമാണ്. മർത്തായ്ക്ക് ഭയങ്കരമായ ജോലിത്തിരക്കുണ്ട്, വീടിൻ്റെ കാര്യങ്ങൾ, അയൽപക്കക്കാരുടെ കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ഒക്യുപ്പൈഡും പ്രീഒക്യുപ്പൈഡുമാണ്, കെയർഫുള്ളുമാണ്, വറീഡുമാണ്. നമ്മളും അങ്ങനെയാണല്ലോ. നിരവധിയായ കാര്യങ്ങളിൽ ചെന്നിടപെടുമ്പോൾ നമ്മൾ വളരെ പ്രീഒക്യുപ്പൈഡ് ആകുന്നു. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ വരുന്നു, തിരുവചനം പഠിക്കാൻ താല്പര്യമില്ലാതെ വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ ലോകത്തിൽ വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ അമിതമായിട്ടുള്ള വ്യഗ്രത, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്തില്ല മോശമാണ്, അങ്ങനെ ചിന്തിച്ച് പോകുന്നവരെ കുറിച്ചാണ് തോമസ് അക്വീനാസ് പറഞ്ഞത്. ലോകത്തിൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ മടുക്കുന്നത്. ഒന്ന്, വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങളുടെ, സാധനങ്ങളുടെ ക്വാളിറ്റി ഓർത്ത് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത്, വാങ്ങിച്ചു കൂട്ടാൻ പറ്റാതെ പോയ കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇങ്ങനെ 2 കൂട്ടർ മനുഷ്യരെ ലോകത്തിലുള്ളൂവെന്ന് തോമസ് അക്വീനാസ് പറഞ്ഞതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ല. അതുകൊണ്ട് നമ്മൾ സമർപ്പിതരായിരിക്കുമ്പോൾ നമുക്ക് പ്രഥമമായിട്ട് നമ്മൾ ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തുള്ള വിശാലമായിട്ടുള്ള
ദൈവികമായിട്ടുള്ള വിചാരത്തിലേക്ക് നമുക്ക് കടന്ന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. വൈദികരായ ഞങ്ങൾക്കും നിരവധിയായ ജോലികൾ ചെയ്യുന്ന നിങ്ങൾക്കുമൊക്കെയുള്ളൊരു അവസരമാണിത്. സുവിശേഷത്തിലെ മർത്തായുടെ കാര്യം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരുമാകുന്ന മർത്തായെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ വ്യഗ്രതകൾ വേണ്ട രീതിയിൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. സുവിശേഷം വായിക്കാൻ സമയമില്ല, വളരെ സമാധാനപരമായിട്ട് ബലിയർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഓടിപ്പിടിച്ച് എവിടെന്നെങ്കിലും വന്നു അന്നേരം കിട്ടിയ പ്രാർത്ഥനയൊക്കെ ചെല്ലിച്ച് പോയി. അതാണ് കെയിൻ ലിറ്റർജീസ്. അവിടെയെല്ലാം ഈ മർത്തായുടെ പ്രിയോക്യുപ്പേഷൻ, അവരുടെ വ്യഗ്രത, അത് ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ സെൻറ്റർ തെറ്റുകയാണ്. ഈ മർത്ത അവിടെ കർത്താവിന് വേണ്ടി കാപ്പിയും ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചുമ്മാ കിടന്നുറങ്ങല്ല. അങ്ങനെ ചെയ്യുമ്പോഴും ഒരു താളം തെറ്റിയ സ്ത്രീയെപ്പോലെയാണ് അവിടെ അതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഈശോ അവളെ വിളിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈശോയെ തന്നെ മർത്ത ശകാരിച്ചു. നീ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ, ഞാൻ അടുക്കളയിൽ കിടന്ന് മെനക്കിടന്ന് കാണുന്നില്ലേ, ആ പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ എന്നാ, ഇതെന്തായി കാണിക്കുന്നത്? അത് ഭയങ്കര ശകാരമായിരുന്നു. ഇവിടെ ഭയങ്കര യോഗന്നാൻ്റെ പണ്ഡിതനായ ജോൺ സാറിനിപ്പുണ്ട്. അദ്ദേഹം വലിയ പുസ്തകമൊക്കെ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അഗാധമായൊരു പുസ്തകമാണ്. അങ്ങനെ മർത്തായുടെ അവസ്ഥയിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളാണ് നമ്മൾ. അത് ഈശോ വളരെ സോഫ്റ്റായിട്ട് ആണ് പറഞ്ഞതെങ്കിലും ഈശോയുടെ മർത്തായെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. മർത്തായും മറിയവും രണ്ട് ദൈവവിളികളാണ്, രണ്ട് സുവിശേഷങ്ങളാണ്, രണ്ട് ജീവിത ശൈലികളാണ്. അവർ കേവലം രണ്ട് വ്യക്തികളല്ല, അവർ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മളിലൂടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം അത് രണ്ട് വിളികളാണ്, രണ്ട് കാഴ്ചപ്പാടുകളാണ്. ഈ രണ്ട് വിളികളിൽ ഉള്ള അപകടം, ഒന്നാമത്തേതിൽ ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയുള്ള വലിയ പ്രിയോക്യുപ്പേഷനിൽപ്പെട്ട് ഒരുതരം രോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കും. വർക്ക് ഹോളിക് എന്ന് നമ്മൾ പറയുന്നു. ശാന്തതയില്ല, ഉള്ളിലൊരു സമാധാനമില്ല, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊരു മനസ്സോടുകൂടി വചനം വായിക്കുകയും കോണ്ടംപ്ലേഷനിൽ മാത്രമായിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുതരം ഇനേർഷ്യ, നമുക്ക് ഫിസിക്കലായിട്ട് വർക്കൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്കും നമ്മൾ മാറാം. ഈ രണ്ട് വ്യക്തികളെ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലുക്കായുടെ സുവിശേഷത്തിലുമെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്, ഞാൻ കരുതുന്നത് അവരെ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മളിൽ ഓരോരുത്തരിലും ഒരു മർത്തായും ഒരു മറിയവും വേണം. നമ്മൾ ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യണം. നാം ഓരോരുത്തരും ഈശോയുടെ പദാന്തികത്തെങ്കിൽ ഉണ്ടായിരിക്കണം. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ചെയ്തതെന്താണ്? ഈശോയുടെ കാലെ ചാടി പിടിക്കുകയായിരുന്നു. കാലെ ചാടി പിടിച്ചുകൊണ്ടാണ് അകന്നു പോകണമെന്ന് പറയുന്നത്. അതൊരു നീ ഒരിക്കലും വിട്ടു പോകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമുക്ക് കർത്താവിൻ്റെ പാദാന്തികത്തെങ്കിൽ ഇരിക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. മറ്റെല്ലാം നിസ്സാരമായ കാര്യങ്ങളാണ്, അർത്ഥമില്ലാത്ത കാര്യമാണ്. നമുക്കൊരു പിടിവള്ളി വേണ്ടത് ഈശോയുടെ പക്കലാണ്, സുവിശേഷത്തിലാണ്, ധ്യാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഓരോ മഠവും ഓരോ ദേറായാണ്, ഓരോ മഠവും ഒരു ദേറായാണ്. ആ ദേറായിലാണ് എല്ലാ ദേറാകളിലും ഈ ജോലിയും പ്രാർത്ഥനയും ഒന്നിപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥവും അതാണ്. ഏത് ദേറായിലും അവർ തന്നെയാണ് പശുവിനെ കുളിപ്പിക്കുന്നതും കൃഷി നടത്തുന്നതും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതും മണിക്കൂറുകളെടുത്ത് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമെല്ലാം. അപ്പം അങ്ങനെയുള്ള നല്ല ഒരു ബ്ലെൻഡിങ്ങിലേക്ക് വരണം. ഏറ്റവും നല്ല ഒരു ബ്ലെൻഡിങ് നമ്മൾ അങ്ങനെ കാണുന്നത് പരിശുദ്ധ അമ്മയിലാണ്. അമ്മ ചെയ്തെന്താണ്?
അമ്മ തിടുക്കത്തിൽ ഇളയമ്മയെ സഹായിക്കാനായിട്ട് പോയി. അതൊരു വലിയൊരു പ്രചോദനമാണ്. ആ സമയത്തൊരു മർത്തയാണ് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നത്. തിടുക്കത്തിൽ ഇളയമ്മയെ സഹായിക്കാൻ പോയി. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചു. അതാണ് കോണ്ടംപ്ലേഷൻ. അതാണ് സുവിശേഷത്തിലെ മറിയം. അങ്ങനെ പരിശുദ്ധ അമ്മയിൽ ഈ മർത്തായും മറിയവും ഒരുപോലെ ബ്ലെൻഡഡാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഓരോ സമർപ്പിതയും ഓരോ വൈദികനും ഓരോ നല്ല വിശ്വാസിയും ചെയ്യേണ്ടതെന്നാണ് ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ക്ലോയിസ്റ്റേഡ് സിസ്റ്റർ പരിശുദ്ധ അമ്മയാണെന്ന് പറയുന്നതിൻ്റെ കാര്യവും അതാണ്. വലിയ വേദശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലോയിസ്റ്റേഡ് സിസ്റ്റർ പരിശുദ്ധ അമ്മയാണ്, മർത്തമറിയുമാണ്. അമ്മയിൽ തിടുക്കത്തിൽ ശുശ്രൂഷകൾ ചെയ്യാനുള്ള ആ ഒരു വലിയ ഔത്സുക്യവും മണിക്കൂറുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചതിനെ അയവിറക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള ആ ഒരു കാഴ്ചപ്പാടും. അങ്ങനെ വളരെ പ്രചോദനാത്മകമായ ചിന്തയാണ് മറിയത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കും വേണ്ടത് ഈ ജോയിനിങ് ഹാൻഡ്സ് ഓഫ് മർത്ത ആൻഡ് മേരിയാണ്. അപ്പോഴാണ് ഈ സമർപ്പിത ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് FCCയോട് ബന്ധപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള മാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേരി ഈസ് ആൻകേർഡ് ആൻഡ് റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം വിട്ടുള്ള ഒരു കാര്യത്തിലേക്കും പോകാത്ത വ്യക്തിയാണ് മേരി. മർത്ത അതിന് ഓപ്പോസിറ്റാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ദൈവത്തെക്കുറിച്ചുള്ള വിചാരത്തോടു കൂടിയായിരിക്കാം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തെ മനഃപൂർവ്വം വിട്ടുകളയുന്നതല്ല, എങ്കിലും നമ്മളുടെ വ്യഗ്രതകൾ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ലത്തീനിലൊരു പഴഞ്ചൊല്ലുണ്ട്, നോൺ മുൾത്ത എസേത് മുൾത്തും. രണ്ട് വാക്ക് അല്പം വ്യത്യാസത്തോടുകൂടിയാണ്. നോൺ മുൾത്ത, നോട്ട് ദ ക്വാണ്ടിറ്റി, നോട്ട് ദ ഹൗ മച്ച്, ബട്ട് ദ വേ ബൈ വിച്ച് യു ഡു ദാറ്റ്. എത്രമാത്രം ജോലികൾ ഒരു ദിവസം ചെയ്തു എന്നതല്ല, ഏത് ക്വാളിറ്റിയിൽ നിങ്ങളത് ചെയ്തു എന്നതാണ്. ആ ഒരു ചെറിയ ലത്തീൻ വാക്യത്തിൽ ഈ സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഒരു സമർപ്പിത ജീവിതത്തിൽ, FCCക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ വാസ്തവത്തിൽ അലബാസ്റ്റർ ജാറ് പൊട്ടിക്കുന്നവരെ പോലെയാണ്. മെൽത്തരം നാർദീൻ തൈലം ഉള്ള ഭരണി നിങ്ങൾ ഉടയ്ക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഉടച്ച് അത് താഴേക്ക് കളയുമ്പോൾ അത് വേസ്റ്റായിട്ട് ശത്രുക്കൾക്ക് തോന്നിയാലും അത് ലോകം മുഴുവൻ അത് പ്രസരിക്കുകയും അതിൻ്റെ പരിമളം നിലനിൽക്കുകയും എല്ലാവർക്കും അത് ഓർമ്മയിൽ എടുക്കുകയും ചെയ്യുകയാണ്. പൊട്ടിക്കപ്പെടാത്ത അലബാസ്റ്റർ ജാറ് നമ്മുടെ കൈവിരലിലൂടെ ഊർന്ന് നഷ്ടപ്പെടുകയും ആർക്കും ഉപകാരം കിട്ടാതെ നശിച്ചു പോവുകയും ചെയ്യും. തകർക്കപ്പെടേണ്ട ഭരണികളാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സോഷ്യൽ റിലേഷൻസ്, നിങ്ങളുടെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതെല്ലാം മറ്റുള്ളവർക്ക് കിട്ടണം. അങ്ങനെയാണ് നിങ്ങൾ തകർക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ, ടാലന്റുകൾ ഉപയോഗിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ ഓർക്കുന്നത്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഒരുക്കത്തോടുകൂടി നിങ്ങൾ ഈ തിരുക്കർമ്മങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള സമൂഹമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ദൈവം അൺപോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വിനയപൂർവമായ ലളിത ജീവിതം ലോകത്തോട് സംസാരിക്കുന്നുണ്ട്, വളരെയേറെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്യാച്ചിങ് പവറുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വലകളിൽ ധാരാളം മത്സ്യങ്ങൾ കയറും. അത് നിങ്ങൾ സുവിശേഷം കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ സ്വഭാവസ്ത്രം
ഉപയോഗിക്കുന്നതിലുള്ള നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ആ ബഹളമെല്ലാം ഉണ്ടായത്. എന്തിൻ്റെ പേരിലാണ് സിസ്റ്റേഴ്സിൻ്റെ? ഞാൻ പറയും അതാ സഭാവസ്ത്രത്തിൻ്റെ പേരിലാണ്. അവർ വേറെ വല്ല വസ്ത്രം ധരിച്ച് അതിലെ പോയി തട്ടി പഠിച്ചെടുത്ത് ആരെങ്കിലും ശ്രദ്ധിക്കും? ഒരു മനുഷ്യനും അതേക്കുറിച്ച് ശ്രദ്ധിക്കില്ല. എൻ്റെ സ്ത്രീകൾക്ക് പെരുക്കി പറ്റി അത്രേ ഉള്ളൂ. ആ സന്യാസ വസ്ത്രം കണ്ടപ്പോൾ ഇത് ലോകം മുഴുവൻ സംസാരിച്ച വിഷയമായി. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ അച്ഛന്മാർ വഴിയിലൂടെ നടക്കുമ്പോഴും ലോകമായിട്ടുകൊണ്ട് നടന്നാൽ അതൊരു പെർമനൻ്റ് സൈൻ ഓഫ് റെസുറക്ഷനാണ്. ഉദ്ധാനം ചെയ്ത ഈശോയുടെ പെർമനൻ്റ് സൈനാണ്, ഇവാഞ്ചലൈസേഷനാണ്. ഇത് ലോകം മുഴുവൻ അതിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഈസ്റ്റർ ഐസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഉത്ഥാനത്തിൻ്റെ കണ്ണുകളോടുകൂടി നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അതൊക്കെ. അതെല്ലാം നമുക്ക് വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ട ദൈവവിചാരങ്ങൾ നമുക്ക് വീണ്ടെടുക്കണം. FCCക്ക് അതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്കത് സാധിക്കും. ഒരു പരിധിവരെ നിങ്ങളെക്കൊണ്ട് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൂടുതലായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലേക്കെല്ലാമുള്ള ഒരു വലിയ തുറവിയായിരിക്കട്ടെ ഈ സെലിബ്രേഷൻസ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈശോയെക്കുറിച്ചുള്ളൊരു സെലിബ്രേഷനാണ്, ബാഹ്യമായ കാര്യമല്ല. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഈ ചിന്തകളുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അൽഫോൻസാമ്മയോടും ക്ലാരപ്പുണ്യവതിയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.